അഞ്ചാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അഹ്കാമു ശർഇയ്യ എന്ന് പറയുന്നത്. പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് എന്തു പറയുന്നത്, അഹ്കാമു ശർഇയ്യ എന്ന് പറയുന്നത്. അഹ്കാമു ശർഇയ്യ 5 എണ്ണമാണ് ഉള്ളത്. വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്. വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലമുള്ളതും എന്നാൽ ഒഴിവാക്കിയ ശിക്ഷയുള്ളതുമാണ് വാജിബ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പറയാൻ പറ്റും ഫർള് 5 വഖത്ത് നിസ്കാരം. ഓക്കെ, ഇനി ഫർള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർള് 2 വിധമുണ്ട്. ഫർള് ഐനും ഫർള് കിഫായ. ഫർള് ഐനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ 5 വഖത്ത് നിസ്കാരം. രണ്ടാമത്തത് ഫർള് കിഫായ. സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നത്. അതാണ് എന്തൊക്കെ, മയ്യത്ത് നിസ്കാരം. അടുത്തത് ഹറാം. ഹറാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഉദാഹരണം എന്ന് വെച്ചാൽ മദ്യപാനം കുടിക്കൽ നമുക്ക് ഹറാമാണ്. അത് ഒഴിവാക്കിയാൽ അത് അള്ളാഹുവിൻ്റെ കൂലി നമുക്ക് കിട്ടും. അടുത്തതെന്ന് വെച്ചാൽ സുന്നത്ത്. ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതുമാകുന്നു സുന്നത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിന് ഉദാഹരണമാണ് സലാം പറയൽ. നമ്മളിപ്പോൾ മദ്രസയൊക്കെ വിട്ട് പുരയിൽ വരുന്ന സമയത്ത് സലാം പറയൽ ഏറ്റവും നല്ലത് സുന്നത്ത്. പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും നല്ല സുന്നത്താണ് സലാം പറയൽ എന്നുള്ളത്. ഇനി സുന്നത്തിൻ്റെ 4 പേരുകൾ: മന്ദൂബ്, തത്തു, നഫ്ല്, മുസ്തഹബ്. ഇത് 4 എന്ത്, സുന്നത്തിൻ്റെ 4 പേരുകൾ. അടുത്തത് കറാഹത്ത്. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതൊക്കെ. ചെയ്താൽ ശിക്ഷയൊന്നും കിട്ടൂല, പക്ഷെ ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ്. അതിന് ഉദാഹരണമാണ് നിസ്കാരത്തിൽ തല തുറന്നിടൽ. നിസ്കാരത്തിൽ തല തുറന്നിടൽ എന്താണ്, കറാഹത്താണ്. അത് ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും എന്നാൽ ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാകുന്നു. അടുത്തത് ഹലാല്. ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തതാണ് ഹലാല് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നല്ല ചെരുപ്പ് ധരിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഹലാലായതിന് 2 പേരുകളുണ്ട്. മുബാ എന്നും ജായിസ് എന്നും കൂടി നമുക്ക് ഹലാലിനെ പറയാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർഇയായ വിധികൾ എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞു 5. ഇനി ഹലാലിനുള്ള മറ്റു പേരുകൾ എന്തൊക്കെ? ഹലാലിന് നമ്മൾ പറഞ്ഞ് 2 പേരുകളാണ് ഉള്ളതെന്ന്, മുബാ, ജായിസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങൾ ഏവ? നമ്മൾ ഇന്ന് ചെയ്തതിൽ വാജിബായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം, സുബൈ നിസ്കാരം. ഓക്കെ. നാലാമത്തേത് സുന്നത്തിന് എത്ര പേരുകളുണ്ട്? സുന്നത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 പേരാണ് ഉള്ളത്: മന്ദൂബ്, തത്തവ്, നഫ്ല്, മുസ്തഹബ്. ഇനി ഫർള് എത്ര വിധമാണുള്ളത്? ഫർള് 2 വിധമാണ് ഉള്ളത്: ഫർള് ഐനും ഫർള് കിഫായ. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ തന്ന എല്ലാത്തിനും ഓരോ ഉദാഹരണം വെച്ച് എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റത്തെ വെച്ചാൽ ഫർള് ഐന് ഉദാഹരണം. ഫർള് ഐൻ എന്ന് വെച്ചാൽ എന്താ, ഓരോ മുക്കല്ലഫിനും നിർബന്ധമായതാണ്. അതിന് ഉദാഹരണമാണ് 5 വഖത്തെ നിസ്കാരം. രണ്ടാമത്തെ വെച്ചാൽ ഫർള് കിഫായ. ഫർള് കിഫായ എന്ന് വെച്ചാൽ സമൂഹത്തിൽ ചിലർ ചെയ്താൽ ശിക്ഷയിൽ നിന്ന് ബാക്കിയുള്ളവരും കൂടി ഒഴിവാകും. അതിന് ഉദാഹരണമാണ് മയ്യത്ത് നിസ്കാരം. ഇനി മുസ്തഹബിന് ഉദാഹരണമാണ് മുസ്തഹബ് എന്തിൻ്റെ മറ്റൊരു പേരാ? സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ് മുസ്തഹബ്. അപ്പം സുന്നത്തിൻ്റെ ഇതാണ് നമ്മൾ മുസ്തഹബിന് പറയാൻ പറ്റിയ വേറൊന്നാണ് സലാം പറയൽ. ഇനി ജായിസിൻ്റെ മറ്റൊന്ന് ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജായിസിന് ഒരു ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചെരുപ്പ് ധരിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ജായിസ് എന്ന് വെച്ചാൽ എന്താ, ഹലാല് എന്നാണ് അർത്ഥം. അടുത്തത് കറാഹത്തിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കാരത്തിൽ തല തുറന്നിടൽ കറാഹത്താണ്. അടുത്തതെന്ന് വെച്ചാൽ വാജിബ് എന്താണെന്ന് വ്യക്തമാക്കാം, കറാഹത്ത് എന്താണെന്ന് വ്യക്തമാക്കാം, സുന്നത്ത് എന്താ വ്യക്തമാക്കാം. വാജിബ് എന്ന് വെച്ചാൽ എന്താ, ചെയ്താൽ പ്രതിഫലമുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കറാഹത്ത് ചെയ്ത ശിക്ഷയില്ലാത്തതും എന്നാൽ ഒഴിവാക്കിയ കൂലിയുള്ളതുമാണ് കറാഹത്ത്. സുന്നത്ത് ചെയ്താൽ
കൂലിയുള്ളതും എന്നാൽ ഒഴിവാക്കിയ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. അടുത്തത് യോജിച്ചവ കള്ളിയിൽ എഴുതുക എന്നുള്ളതാണ്. സക്കാത്ത്, പെരുന്നാൾ നിസ്കാരം, കളവ് പറയൽ, നല്ല വസ്ത്രം ധരിക്കൽ, ഖുർആൻ ഓതൽ, വുളൂ ഇല്ലാതെ സുജൂദ് ചെയ്യൽ. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. വാജിബ്, സുന്നത്ത്, ഹറാമ്, മുബാഹ്, ഈ ഒരു കോളങ്ങളിലേക്കൊക്കെ നമ്മൾ ചേർത്തൊടുക്കുക. നമുക്കറിയാം സക്കാത്ത് എന്താണ്? വാജിബാണ്. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്. കളവ് പറയൽ ഹറാമാണ്. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കാൻ മുബാ ആണ്. അതേപോലെ തന്നെ ഖുർആൻ ഓതൽ സുന്നത്താണ്. വുളൂ ഇല്ലാതെ സുജൂദ് ചെയ്യലും സുന്നത്താണ്. ഈ ഒരു ചാപ്റ്ററിൽ സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു ഷോർട്ട് നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ആകെ ഇത്ര കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. കണ്ടോ? വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാത്ത്, ഹലാല്. അതൊക്കെ എന്താന്നുള്ള അർത്ഥം ആദ്യം പഠിക്കുക. അതൊക്കെ എന്താന്നുള്ള മീനിങ് പഠിക്കുക. പിന്നെ അതിൻ്റെ പേരുകൾ, പിന്നെ അതിന് ഓരോ എക്സാമ്പിളും പഠിച്ചു വെക്കുക. എന്ന് വെച്ചാൽ വാജിബിന് 5 വഖത്ത് നിസ്കാരം, ഫർള് ഐന്, ഫർള് കിഫായ, അതിന് രണ്ടിനും വേറെ വേറെ പഠിച്ചു വെക്കുക. പിന്നെ ഈ സുന്നത്തിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഉദാഹരണങ്ങളും കാര്യങ്ങളും അത് മാത്രമേ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നുള്ളൂ.